അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ളുഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് എൻ്റെ റബ്ബിന് എന്നോട് സ്വകാര്യം പറയാനുള്ളത്? അതിനുവേണ്ടി ഇങ്ങനെ കാത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോൾ. അള്ളാഹു പറഞ്ഞു തുടങ്ങി, വദ്ദുഹാ വല്ലൈലി ഇദാ സജ. പകൽ വെളിച്ചമാണ് സത്യം, ഇരുൾമുറ്റി ശാന്തമായ രാത്രിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകും, അധ്വാനമുണ്ട്, വിശ്രമമുണ്ട്. അതുകൊണ്ട് വഹ്യ് നിലച്ചു പോയത് അള്ളാഹു ബോധപൂർവം ചെറിയൊരു ബ്രേക്ക് നൽകിയതാണ് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്തിലേക്ക് പോകാം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ ഇല്ല, വദ്ദഅ യുവദ്ദിഉ കൈവെടിഞ്ഞു, ഉപേക്ഷിച്ചു എന്നർത്ഥം. വദ്ദഅ അവൻ ഉപേക്ഷിച്ചു, ക നിന്നെ. മാ വദ്ദഅക അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കൈവെടിഞ്ഞിട്ടില്ല. ആര്? റബ്ബുക. ഒന്നുകൂടി പറയാണ്, നിന്റെ റബ്ബ്, നിന്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. വ അതോടൊപ്പം മാ ഇല്ല, കല വെറുത്തിട്ടുമില്ല. മാ കല വെറുത്തിട്ടുമില്ല. മാ വദ്ദഅക റബ്ബുക വമാ കല. നിന്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. ഈ ആയത്താണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന ആയത്ത്. നന്നായിട്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ട ഒരു ആയത്തായത് അല്ലേ? അത്രയും ആഴമേറിയ ഒരു പ്രയോഗമാണ് അള്ളാഹുവിടെ നടത്തുന്നത്. വദ്ദ എന്ന വാക്കിൽ ശരിക്കും നമ്മൾ മലയാളത്തിൽ വിട എന്ന് പറയില്ലേ, അത് തന്നെയാണ് വദാ, വിദാ എന്നൊക്കെ പറയില്ലേ, വിട. മാ വദ്ദഅക, നിന്റെ നാഥൻ നിന്നോട് വിട പറഞ്ഞിട്ടില്ല, നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. വമാ ഖല, നിന്നെ വെറുത്തിട്ടില്ല. എന്താ ഇങ്ങനെ പറയാൻ കാരണം? വഹി നിലച്ചു പോയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഓ, എൻ്റെ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ടായത് കൊണ്ടായിരിക്കും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്നോട് എന്തോ വിരോധമുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കോ ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങാത്തത്, വഹയുമായിട്ട് വരാത്തത് അല്ലേ? അന്ന് ഹിറാ ഗുഹയിൽ 600 ചിറകുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നതല്ലേ? പിന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ വന്ന് വഹയ് നൽകിക്കൊണ്ടിരുന്നതല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കുമായിരുന്നു, അത്ര എന്താ വരാത്തത് എന്ന്. അതേ സമയത്ത് മക്കയിലുള്ള ഇസ്ലാം സ്വീകരിക്കാത്ത അവിശ്വാസികളായ ആളുകളില്ലേ, അവർ പലതും പറയാൻ തുടങ്ങി. നമ്മുടെ ഉമ്മു ജമീലിനെ ഓർമ്മയില്ലേ? ആരായിരുന്നു ഉമ്മു ജമീല്? അബൂ ലഹബിൻ്റെ വൈഫായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ചതാണ്. വമ്രഅത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. ആ സ്ത്രീയൊക്കെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? അല്ല മുഹമ്മദേ, നിന്നെ ബാധിച്ച ആ ബാധ ഒഴിഞ്ഞു പോയോ? നിന്റെ ഭ്രാന്തൊക്കെ മാറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും അല്ലേ? ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, ഇല്ല പ്രവാചക, മാ വദ്ദഅക റബ്ബുക്, താങ്കളുടെ നാഥൻ താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല. വമാ ഖല, വെറുത്തിട്ടുമില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കുറച്ച് നാളായപ്പോൾ മെസ്സേജ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തോ ഉണ്ട്, അവൻ എന്നെക്കുറിച്ച് എന്തോ തെറ്റിദ്ധാരണയുണ്ട് എന്നൊക്കെയുള്ള തോന്നലുണ്ടാവില്ലേ? ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയത്. അപ്പോഴേ അള്ളാഹു പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കണ്ണാരം പൊത്തി കളിക്കാന്ന് പറയില്ലേ, അതുപോലെ ഞാനൊന്ന് മാറി നിന്നതല്ലേ. ഞാൻ കൂടെ ഇല്ലെങ്കിൽ, വഹി ഇറങ്ങുന്നില്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും, നീ എന്നെ കൈവിട്ട് പോകോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാരം പൊത്തി കളിയാണിത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇതേ ഫീലിംഗ് ആണ് ശരിക്കും നമുക്കും ഉണ്ടാവാറ് അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പഠിച്ചവനെ വിജയിപ്പിക്കണേ എന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചത്ര മാർക്കില്ലെങ്കിൽ എന്നാലും പഠിച്ചവനെ എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ, ചെറിയൊരു ഗ്യാപ്പ് പഠിച്ചവനായിട്ട് അങ്ങനെയൊക്കെ തോന്നും. ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ട് എന്താ, പ്രാർത്ഥിച്ചിട്ട് എന്താ? അങ്ങനെയല്ല. അള്ളാഹു താല മാറി നിന്ന് നമ്മ ഇങ്ങനെ നോക്കുകയാണ്. സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെയാണ് നമ്മൾ. അപ്പോൾ സങ്കടം വരുമ്പോഴോ, അപ്പോൾ അവൻ എന്നിൽ നിന്ന് മാറിക്കളയുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ അള്ളാഹു ആ നിലക്ക് മറുപടി പറയാണ്, ഞാൻ നിന്നെ കൈവിട്ടതോ അല്ലെങ്കിൽ വെറുത്തതോ ഒന്നുമല്ല. അല്പം ഒരു ഇൻ്റർവൽ എന്ന നിലയ്ക്ക് താങ്കൾക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി മാറി നിന്നതാണ്. എന്തിനാ അങ്ങനെ മാറിയുന്നത്? ഈ വഹി എന്ന് പറയുന്നത് വളരെ ഭാരമുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂറ അൽ മുസമ്മിലിൽ പറയുന്നുണ്ട്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, താങ്കൾക്ക് നാം വളരെ ഭാരമുള്ള വചനങ്ങളാണ് ഇട്ട് തരുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. ഈ വഹീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ചാനലാണിത്. റസൂലിന് മാത്രമാണ് ഇത് ഫീൽ ചെയ്യുക. അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ഇപ്പം നമ്മൾ മാത്രം അത് കണ്ടു, നമ്മൾ ടെൻസ്ഡ് ആവാണ്, അല്ലാതെ അസ്വസ്ഥനാവുന്നു. അടുത്ത് നിൽക്കുന്ന ആൾക്ക് അറിയുന്നില്ല എന്ന് പറയും പോലെ അള്ളാഹുവിൽ നിന്നുള്ള വഹീങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ഭാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താ വഹീൻ്റെ ഭാരം? അന്നത്തെ മനുഷ്യന്മാർ വളരെ മോശമായിട്ട് ജീവിച്ചിരുന്നല്ലോ. അപ്പം അവരെ നന്നാക്കി എടുക്കണം. അവർ പലതിലും വിശ്വസിച്ചു പോയിരിക്കുന്നു, അന്ധവിശ്വാസങ്ങൾ ചെന്നുപെട്ടിരിക്കുന്നു. അതിൽ നിന്ന് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അള്ളാഹു റസൂലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യും എന്നോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാത്ത ഭാരവും അസ്വസ്ഥതയുണ്ടായി. വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരുന്നപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കും പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ചൊല്ലിപ്പഠിച്ച് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, വേണ്ട, സനുഖരി ഉക ഫലാ തൻസ, താങ്കൾ ഇത് മറന്നു പോവുകയില്ല, നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരും എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. അതേപോലെ അപ്പോൾ അതിനാൽ ഈ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അല്പം ഒന്ന് മാറി നിന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ താങ്കളോട് വിഷമമുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല എന്ന് അള്ളാഹു താല ഇവിടെ ഉണർത്താൻ. അപ്പോൾ ഈ മൂന്നാമത്തെ ആയത്ത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന ആയത്താണ് അല്ലേ? ഞാൻ കൂടെ തന്നെ ഉണ്ട്, ടെൻഷൻ അടിക്കാതിരിക്കൂ എന്ന് പറയാണ്. നേരത്തെ ഇതുപോലെയുള്ള ചില സൂറത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, നബിയെ ആശ്വസിപ്പിക്കുന്നത്? നബിയുടെ ആൺമക്കൾ മരണപ്പെട്ടു പോയ സമയത്ത് മക്കയിലുള്ള ആളുകൾ നബിയെ പല വിധത്തിലും കളിയാക്കി ചിരിച്ചില്ലേ? കണ്ടോ, നമ്മുടെ ദൈവങ്ങളെ തള്ളി പറഞ്ഞതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ശാപം കൊണ്ടാണ് മക്കളൊക്കെ മരിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങിയ സൂറ ഏതായിരുന്നു? സൂറ അൽ കൗസർ അല്ലേ? ഇന്ന അഅ്തൈനാക്കൽ കൗസർ. ആശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ്. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച സൂറ അലം നശ്റഹ് നബിയെ ആശ്വസിപ്പിക്കുന്ന സൂറത്താണ്. ഇതേപോലെ തന്നെയാണ് ഈ സൂറയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ഈ സൂറ ഓതി നോക്കിയാൽ ഒരു കൗൺസിലിങ്ങിനേക്കാളും അത് ഫലം ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ കൗൺസിലിംഗ് സെൻറ്ററിൽ പോയിട്ട് അവിടെ ഫീസ് കൊടുത്ത് അയാൾ പറയുന്നത് കുറച്ച് നേരം കേട്ടിരിക്കുമ്പോൾ മനസ്സിനൊരു സുഖം എന്ന് പറയില്ലേ? ശരിക്കും ഖുർആൻ ഓതുമ്പോൾ ഈ വല്ലാത്തൊരു ഫീൽ നമുക്കുണ്ടാകും എന്നതാണ്. അതിനാൽ സൂറത്തുൽ ദുഹയെ ആ നിലയ്ക്ക് എൻ്റെ റബ്ബ് എന്നോട് നേരിട്ട് സംസാരിക്കുന്ന രൂപത്തിൽ പഠിക്കാനും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഒരിക്കലും അള്ളാഹു നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല, അവൻ നമ്മെ വെറുക്കുന്നില്ല. തെറ്റ് സംഭവിച്ചാലോ അപ്പോഴും വാ, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കോ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പറയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രതീക്ഷയോടെ അള്ളാഹുവോടൊപ്പം സഞ്ചരിക്കാനാണ് സൂറത്തുൽ ദുഹ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സിന് നല്ല ആത്മധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.